ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മുട്ട പുളിസ അടിച്ച് കഴിച്ചാലോ. അത് 2 മുട്ട പുളിസ അടിച്ചിട്ടുണ്ട്. 2 ഒരുമിച്ചിട്ട് പുളിസ അടിച്ചതാണ്. കുരുമുളക് വാരി വിതറിയിട്ടുണ്ട്. കാരണം കുരുമുളക് ഉണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ. 2 മുട്ട പുളിസ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കട്ട് ചെയ്ത് തിന്നാൻ തന്നെ പ്രയാസമാണ്. കാരണം എടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോവും. പക്ഷെ പൊട്ടാതെ വേണം ഇത് കഴിക്കാൻ, എങ്കിലേ ആ ടേസ്റ്റ് വരുത്തുള്ളൂ. ആദ്യമേ അരിവെല്ലാം കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുള്ളൂ ഞാൻ. കാരണം ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. അതിൻ്റെ അരിവെല്ലാം കട്ട് ചെയ്ത് എന്നിട്ട് മാത്രമേ സെൻറ്റർ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം 2 സെപ്പറേറ്റ് ആയിരുന്നു കഴിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഒന്നിച്ചായിപ്പോയി. കട്ട് ചെയ്യാൻ തന്നെ പേടിയാണ്. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയി. ഇപ്പോൾ ഒരുവിധം ഞാൻ കട്ട് ചെയ്തു. പിന്നെ അത് എടുക്കുന്നതാണ് ഒരു പാട്. അത് എടുത്തപ്പം തന്നെ അത് കമന്നു പോയി. പിന്നെ ഞാൻ അവിടെ ഇട്ട് അതിനെ എടുത്തു. അത് പൊട്ടി. ബാക്കി ആ സ്പൂൺ ചെയ്തിപ്പോണ്ട്. എന്ത് ചെയ്യാനാ, അതിനെയും കഴിച്ചേ പറ്റത്തുള്ളൂ. ഇത് ലാശത്തെയാണ്. ഇതും കൂടെ ഉണ്ട്. അതെ, അതും ഞാൻ കട്ട് ചെയ്തു. അരിവെല്ലാം കട്ട് ചെയ്തു. ഇനി അതും കൂടെ കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഞാൻ. നല്ല കുരുമുളകൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിസയൊക്കെ. എനിക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാവും അത്. പക്ഷെ കഴിക്കുന്നൊരു പാടേ ഉള്ളൂ. പൊട്ടിക്കാതെ എടുക്കണം, ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരുവിധം അതിനെ എടുത്ത് കഴിച്ചു. അത് പൊട്ടാതെ എടുത്ത് കഴിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ അല്ലേ?